പിക്ചർ ഡിക്ഷണറിയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കുറേയേറെ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഡിക്ഷണറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള വാക്കുകൾ ഒരു ചിത്രത്തിൻ്റെ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെക്ഷൻ കണ്ടാൽ അവസാനം വരെയും കാണുക. കാരണം ഞാൻ പല കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ കാണുക, അന്നേരം നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ്, പഠിക്കുന്നതാണ്. അതുമായിട്ട് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം, മരങ്ങളെ പറ്റിയാണ് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മരങ്ങളുടെ വിവിധ ഭാഗങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ എതളിന് നമ്മൾ പെറ്റൽ എന്നാണ് പറയുന്നത്, പെറ്റൽ. അതുപോലെ തന്നെ അതിൻ്റെ കുരുവിന് സീഡ്സ് എന്നാണ് പറയുന്നത്, കുരുവിന് സീഡ്സ് എന്നാണ്. ഇവിടെ സൺ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് സൂര്യനാണ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇലകളാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിനാണ് സ്റ്റെം എന്ന് പറയുന്നത്. പിന്നെ വായു, എയറാണ്, വാട്ടർ. ഇപ്പം അതിന് മഴ പെയ്താൽ നമുക്ക് കിട്ടുന്ന വാട്ടറാണ്. ഇനിയിപ്പോൾ അടിയിൽ, ഈ മരത്തിൻ്റെ അടിയിൽ, മണ്ണിനടിയിലുള്ളത് എന്താണ്? റൂട്ട്സാണ്. മണ്ണിനടിയിൽ റൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മണ്ണ് നമ്മൾ പറയുന്ന പേര് സോയിൽ എന്നാണ്, സോയിൽ. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ ചക്കയുടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അടർത്തിയെടുക്കുന്ന, കഴിക്കുന്നത് ചക്കയ്ക്കകത്തുള്ള ചക്കച്ചോളയ്ക്ക് നമുക്ക് പെറ്റൽസ് എന്ന് പറയാവുന്നതാണ്. ഇനി നമ്മൾ കഴിക്കുന്ന പ്ലാന്റുകൾ, വിവിധതരം പ്ലാന്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മരത്തിലുണ്ടാകുന്ന പഴങ്ങൾ, ഇവിടെ ട്രീസിലുണ്ടാകുന്നത് എന്തൊക്കെയാണ്? ആപ്പിൾസ്, അല്ലെങ്കിൽ പിയേഴ്സ്, ഓറഞ്ചസ്, പീച്ചസ്, പ്ലംസ്. ഇതൊക്കെയാണ് പീച്ച്, അതുപോലെ തന്നെ പ്ലം. ഇതൊക്കെ എന്താണ്? മരത്തിലുണ്ടാകുന്നത്. ഇനി റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്നാ? വേരുകളാണ് ഇതൊക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാരറ്റ്, അല്ലെങ്കിൽ റാഡിഷ്, അതുപോലെ തന്നെ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങാണ്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോസ്, മധുരക്കിഴങ്ങ്. പിന്നെ ഇപ്പോൾ വൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, വൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളിച്ചെടികളാണ് വൈൻ എന്ന് പറയുന്നത്, വൈൻസ്. അപ്പോൾ ഉദാഹരണം പംകിൻ, പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ, അതുപോലെ പിന്നെ തക്കാളി, അതുപോലെ തന്നെ സ്ട്രോബെറി, ബീൻസ്. ഇതൊക്കെ എന്താണ്? വള്ളിയിലാണ്. ഇനി ഓൺ ടോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്, ഇപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടുണ്ടാകുന്നത്, അതായത് പിന്നെ തൊട്ട് മുകളിലായിട്ട്, മണ്ണിൻ്റെ നേരെ മുകളിലായിട്ടുള്ള. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ക്യാബേജ് മണ്ണിനടിയിലല്ല ഉണ്ടാകുന്നത്, ഒരുപാട് മുകളിലുമല്ല, മണ്ണോട് ചേർന്ന് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ക്യാബേജ് ഉണ്ട്. പിന്നെ ലെറ്റ്യൂസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, ഇലയാണ്. പിന്നെ വിദേശത്തൊക്കെ അവരെല്ലാം എപ്പോഴും കഴിക്കുന്ന സാധനമാണ്. ഇപ്പോൾ അറബി രാജ്യത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അവർ നിങ്ങൾ ഇറച്ചി കഴിക്കുന്ന കൂടെ തന്നെ ഒരു ഇല കഴിക്കാറുണ്ട്. അത് മിക്കപ്പോഴും ലെറ്റ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ മറ്റു ചില ഇലകളായിരിക്കാം. പിന്നെ സ്പീനച്ച്, അതുപോലെ തന്നെ സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ മുളപ്പിച്ച വിത്തുകൾക്കാണ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പയറൊക്കെ മുളപ്പിച്ച് കറി വെക്കാറുണ്ട് അല്ലേ, ഇനി സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് റോ, ഫ്രോസൺ, കുക്ക്ഡ്. റോ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാത്തതെന്നാണ് എൻ്റെ അർത്ഥം, റോ. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് റോ ബീൻസ് ആണെങ്കിൽ പിന്നെ അത് കുക്ക് ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാം റോ ആയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാതെ കഴിക്കാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ കുക്ക് ചെയ്യാത്തതും റോയാണ്. ഇപ്പോൾ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉള്ള ഇതിനാണ് നമ്മൾ ഫ്രോസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെളിയിലൊക്കെ ഉള്ള, വിദേശത്തൊക്കെ ഉള്ളവർക്കറിയാം, എപ്പോഴും വെജിറ്റബിളൊക്കെ നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുന്നത്, ഇച്ചിരി പൈസ കുറച്ച് കിട്ടുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആയിരിക്കും, ഫ്രഷിനേക്കാളും എപ്പോഴും. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ടാകുമ്പോൾ അവർ എടുത്ത് സൂക്ഷിച്ച് വെച്ച് പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അത് ഓഫ് സീസണിൽ നമുക്കത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ തണുപ്പിച്ചത്. അപ്പോഴെന്തും ആകാം, ഫ്രോസൺ മീറ്റ് ആകാം, അപ്പം തണുപ്പിച്ച ഇറച്ചിയാകാം, അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികളാകാം, ഇത് ഡിപ്പെൻസ്, എന്തുമല്ലോ ആകാം. ഇനിയിപ്പോൾ കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തതെന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ റൈപ്പും അൺറൈപ്പും. റൈപ്പ് എന്ന് പറഞ്ഞാൽ പഴുത്തതെന്നാണ് അർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ റൈപ്പ് ബനാന, അപ്പോൾ പഴുത്ത പഴം അല്ലേ, ആ കളർ തന്നെ ഞാൻ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അൺറൈപ്പ് എന്ന് പറഞ്ഞാൽ പഴുക്കാത്തത്, അതിനാണ് അൺറൈപ്പ് എന്ന് പറയുന്നത്. പഴുക്കാത്തതിന് അൺറൈപ്പ് എന്നും പഴുത്തതിന് റൈപ്പ് എന്നുമാണ് പറയുന്നത്. ഇനിയിപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കുക, വിവിധ സ്ഥലങ്ങളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാർക്കിംഗ് ബിൽഡിംഗ്. ഇപ്പം നമുക്ക് മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോഴും നമുക്ക് പാർക്കിങ്ങിന് പ്രത്യേകിച്ച് സ്ഥലം അവൈലബിൾ അല്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആണ് പാർക്കിംഗ് ബിൽഡിങ്സ്. പാർക്കിംഗ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും പാർക്കിംഗ് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്കറിയാം. അപ്പം നിങ്ങൾക്ക് പാർക്ക് ചുമ്മാ എല്ലായിടത്തും കൊണ്ടുപോയി നമ്മുടെ നാട്ടിലെ പോലെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്ക് ചെയ്താൽ ഫൈൻ വരും. അപ്പോൾ അതിന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ
ഒന്ന് പേ ചെയ്ത് പാർക്ക് ചെയ്യുക റോഡിൻ്റെ സൈഡിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് പാർക്കിംഗ് ബിൽഡിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. പല സാധനങ്ങൾ അവിടെ നമുക്ക് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ. മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തൂക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് കഴിക്കുന്നതാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചിയും വാങ്ങിക്കാൻ പറ്റും സൂപ്പർ മാർക്കറ്റ്, ഇറച്ചി, മീൻ, എല്ലാ കാര്യങ്ങളും. ഇനി സ്കൈ സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കമുള്ള ബിൽഡിങ്ങിനാണ് അത് പറയുന്നത്. ഇനി ബേക്കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ബേക്കറി തന്നെയാണ് പറയുന്നത്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ്, നമ്മുടെ പച്ചക്കറി കടകൾക്കൊക്കെ നമ്മൾ പറയുന്നതാണ്, അത് വെജിറ്റബിൾ ഷോപ്പാണ്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ് അത് തന്നെ വിദേശത്തൊക്കെ പോയാൽ നമുക്കറിയാം, അവിടെ നമുക്ക് ഫ്രൂട്ടും വെജിറ്റബിളും എല്ലാം ഒരു സ്ഥലത്തായിരിക്കും കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടി തന്നെയുള്ള സ്ഥലമാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇതെല്ലാം കിട്ടും. ഇനി സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നീന്തൽക്കുളമാണ്. ബുക്ക് ഷോപ്പ് നമുക്കറിയാം, ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബുക്ക് വാങ്ങിക്കുന്ന കടയ്ക്കാണ് പറയുന്നത് ബുക്ക് ഷോപ്പ്, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് സ്റ്റോൾ എന്ന് പറയും. അതിന് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് മെഡിക്കൽ സ്റ്റോർ നമുക്ക് പറയാവുന്ന പേര് ഒന്ന് കെമിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫാർമസി എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നത് മെഡിക്കൽ ഷോപ്പ് എന്നാണ്. അപ്പോൾ കെമിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ്. ഡയറി എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പാൽ ഉൽപ്പന്നങ്ങൾ സാധനങ്ങളൊക്കെ കിട്ടുന്നതല്ല. അതിന് നമുക്ക് ഡയറിയും തീർച്ചയായിട്ടും പറയാം. ബോംബെയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡയറികളുണ്ട്. അത് അവിടെ ഈ പാല്, തൈര്, അങ്ങനത്തെ സാധനങ്ങൾ, ലസ്സി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ വിദേശത്ത് ഡയറി എന്നും ഉദ്ദേശിക്കുന്നത് ചെറിയ കടകൾക്കാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ചെറിയ കടകൾക്ക് ഡയറി എന്നാണ് പറയുന്നത് അവിടെ. പിന്നെ ഒന്ന് ഷോപ്പിംഗ് ട്രോളി, നിങ്ങൾക്കറിയാം, ഉന്തിക്കൊണ്ടുപോകുന്ന, നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു ഉന്തുവണ്ടി നമ്മൾ കൊണ്ടുപോകും. അതിനെന്താണ് പറയുന്നത് ഷോപ്പിംഗ് ട്രോളി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഷോപ്പിംഗ് മോൾ എന്താണ്? ഷോപ്പിംഗ് മോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല കടകൾ കാണും. ഷോപ്പിംഗ് മോളിൽ വലിയൊരു മോളായിരിക്കും, അതിനകത്ത് പല കടകൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴും നമുക്കിപ്പം കൊച്ചിയിലൊക്കെയാണ് ഒരുപാട് അവിടുത്തെ ഷോപ്പിംഗ് മോളുകൾ വന്നത്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏർലി ചൈൽഡ്ഹുഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നേഴ്സറി പോലത്തെ ഒന്നിനാണ് എന്ത് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് സെൻറ്റർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോയി വിടുന്നത് അവർ 2 വയസ്സൊക്കെ ആകുമ്പോഴേ കൊണ്ടുപോയി ചേർക്കുന്ന ഒന്നാണ് ഏർലി ചൈൽഡ്ഹുഡ് സെൻറ്റർ, നമ്മുടെ നാട്ടിൽ നഴ്സറി. ഇനിയിപ്പോൾ അടുത്ത് പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ 2, 3 ക്ലാസ് 4 ക്ലാസ് വരെയൊക്കെ ഉള്ളതാണ് പ്രൈമറി സ്കൂൾ. ഇൻ്റർമീഡിയറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 തൊട്ട് 7 വരെ ഒക്കെയാണ് ഇൻ്റർമീഡിയറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മെയിൻ ഓഫീസ്, നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഓഫീസ് നമ്മൾ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത്. ഇനി ലൈബ്രറി എന്താണ്? ലൈബ്രറി നമുക്ക് ബുക്കുകൾ കാര്യങ്ങളെല്ലാം കിട്ടും, അതാണ് ലൈബ്രറി. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ്. ക്ലാസ് റൂം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ക്ലാസ് റൂം തന്നെയാണ്. നമ്മൾ ഒരുപാട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വാക്കുകൾ കടപിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കളിക്കളത്തിനാണ് പറയുന്നത്. നമ്മുടെ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതിന് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിനാണെങ്കിൽ നമുക്ക് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാൻ തെറ്റൊന്നുമില്ല. ഇനി വാട്ടർ ഫൗണ്ടൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒന്നുമില്ല വെള്ളം കുടിക്കാൻ. ഇങ്ങനെ ഒരു പൈപ്പിൽ പിടിച്ച് നീക്കി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ ചീറ്റി വരും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കുനിഞ്ഞ് വായി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അതിനാണ് വാട്ടർ ഫൗണ്ടൻ എന്ന് പറയുന്നത്. മിക്ക സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ വിദേശത്ത് പോയാൽ കാണാൻ പറ്റുന്നതാണ് വാട്ടർ ഫൗണ്ടൻ. നമ്മളതാണെങ്കിൽ ഇങ്ങനെ നമ്മളല്ലാതെ ഇങ്ങനെ കൈകൊണ്ട് ഗ്ലാസ് ഒന്നും ഇല്ലെങ്കിൽ കുടിക്കും. ഇത് വാട്ടർ ഫൗണ്ടൻ ആണെങ്കിൽ തെളിച്ചിങ്ങ് വരും വാട്ടർ ഫൗണ്ടൻ. സ്കൂൾ ഹാൾ എന്താ നമുക്കറിയാം, സ്കൂളിൻ്റെ ഹാളിനാണ് സ്കൂൾ ഹാൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, കോളേജ്. ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ 8 തൊട്ട് 10 വരെ ക്ലാസ്സുകളാണ് ഹൈസ്കൂൾ. ഇനി സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ 11, 12 ക്ലാസ്സുകൾ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ കോളേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കോളേജിലേക്കാണ്, അതിനാണ് പറയുന്നത് കോളേജ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായി ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.